അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഖസസുൽ ഔലിയ മലയാളം ചാനലിൽ കൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര കഥകളാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഗോത്രമായ സമൂദ് ഗോത്രം ആവശ്യപ്പെട്ടത് പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഒട്ടകത്തെ ഇറക്കി കൊടുക്കുകയും ആ ഒട്ടകത്തിനെ എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകളും ഈ ഒട്ടകത്തെ ഇല്ലാതാക്കാനുള്ള ചിന്തകളുമായിരുന്നു. ഈ ഒട്ടകത്തെ ഇല്ലാതാക്കാനുള്ള ചിന്തകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർക്ക് ശത്രുത വർദ്ധിക്കുകയും കഠിന ശത്രുവായി സ്വാലിഹ് നബി അവർ കാണുകയും ചെയ്തു. എന്നിട്ട് അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകത്തെയും സ്വാലിഹ് നബിയെയും കുടുംബത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യണമെന്നും അതിന് ആദ്യം ഈ ഒട്ടകം നമ്മുടെ കാലുകൾക്ക് വല്ലാതെ ശല്യമായി തീരുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അവനെ പിൻപറ്റുന്നതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കണമെന്നും അവരുടെ സമ്മതം ഈ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി നാം വാങ്ങണമെന്നും എന്നാൽ നിഷ്പ്രയാസം അതിനെ കൊല്ലാൻ നമുക്ക് കഴിയുമെന്നുമൊക്കെ തീരുമാനമെടുക്കുകയും അതോടൊപ്പം തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ദുഷ്ടന്മാരായ ഏത് വേണ്ടാത്ത പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന 9 അംഗ സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ 9 അംഗ സംഘത്തെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി ചുമതലപ്പെടുത്തി എന്ന വിവരം ഒരു സ്ത്രീ അറിഞ്ഞപ്പോൾ ആ സ്ത്രീ അപ്പം തന്നെ അവരുടെ അടുക്കൽ പോയിട്ട്, നിങ്ങളിൽ ആരാണോ സ്വാലിഹിൻ്റെ ഒട്ടകത്തെ കൊല്ലുന്നത്, ആ ഒട്ടകത്തെ കൊല്ലുന്ന ആൾക്ക് എൻ്റെ സുന്ദരികളായ പെൺമക്കളിൽ നിന്ന് ഒരു കുട്ടിയെ ഞാൻ കെട്ടിച്ചു തരുന്നതാണ് എന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തതോടെ ഈ 9 അംഗ സംഘത്തിനും വാശി വർദ്ധിക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ഞാനതിനെ കൊല്ലുമെന്ന രൂപത്തിൽ ഓരോരുത്തരും മുന്നിട്ടിറങ്ങി. അപ്പോൾ അന്നും ഇന്നും ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി പെണ്ണും മദ്യവും ഉപയോഗിക്കുന്നു എന്നത് നാം മനസ്സിലാക്കുക. അങ്ങനെ ഈ 9 അംഗ സംഘങ്ങളും കൂടി ഒരു തടാകത്തിൻ്റെ ചുറ്റും പോയി നിൽക്കുകയും അവിടത്തേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒട്ടകം വെള്ളത്തിലേക്ക് മുഖം താഴ്ത്തുന്ന സമയത്ത് ഈ 9 ആളുകളും കൂടി ചുറ്റുഭാഗത്തും നിന്ന് ആ ഒട്ടകത്തെ മർദ്ദിക്കാൻ തുടങ്ങി. വെള്ളം കുടിക്കാൻ താഴോട്ട് മുഖം താത്തിയ ഒട്ടകം പെട്ടെന്ന് തലപൊന്തിക്കുമ്പോഴേക്കും ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷിച്ച ഒരു നേതാവുണ്ടായിരുന്നു, കുദാർ എന്നാണ് പേര്. അയാൾ ആ ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് കത്തി താഴ്ത്തുകയും ആ ഒട്ടകം മറിഞ്ഞുകെട്ടി വീഴുകയും ചെയ്തു. അതോടൊപ്പം ബാക്കിയുള്ളവരൊക്കെ കൂടി ഒട്ടകത്തെ ആക്രമിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ കൊന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒട്ടക കുഞ്ഞിനെയും അവർ കൊന്നുകളഞ്ഞു. ശേഷം അവർ അവിടെ നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടിക്കൊണ്ട് തുള്ളിച്ചാടുകയും പാട്ടുകളും കൂത്തുകളുമായി നടക്കുകയും ചെയ്യുകയാണ്. അപ്പോഴേക്കും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിവരം അറിഞ്ഞു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ പ്രയാസപ്പെട്ടു, വിഷമിച്ചു പോയി. കാരണം ഇവരാവശ്യപ്പെട്ടത് പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തമായിരുന്നു അത്. ഉടനെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുക്കലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്താണ്? ഈ ഒട്ടകത്തെ നിങ്ങൾ തൊടാൻ പാടില്ല, ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കാനുള്ള അവസരം കൊടുക്കണം, അതിന് ഒന്നിനും തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഇറക്കുന്ന ശിക്ഷ അതിഭയാനകമായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. പക്ഷേ നിങ്ങൾ അതൊന്നും കേൾക്കാതെ ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞതുകൊണ്ട്
നിങ്ങളെ അല്ലാഹു തആല ശിക്ഷിക്കുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ അവരിൽപ്പെട്ട ഒരു നേതാവ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ കൊന്നത് ഒട്ടകത്തെയും ഒട്ടകക്കുഞ്ഞിനെയുമാണെങ്കിൽ എനിക്കൊല്ലാൻ പോകുന്നത് നിന്റെയും നിന്റെ ആളുകളെയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 9 ആളുകളിൽപ്പെട്ട 1-2 ആളുകൾ ഓടി വന്നുകൊണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കത്തികൊണ്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അല്ലാഹു തആല സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കവചം തീർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ തുരന്നുണ്ടാക്കിയ പാറകളിൽ താമസിക്കുന്ന അത്രയും ശക്തന്മാരായ അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് ഓടി വരുമ്പോഴേക്ക് വലിയ വലിയ മലകളിൽ നിന്ന് പാറക്കല്ലുകൾ താഴോട്ടേക്ക് വീഴുകയാണ്. ആ പാറക്കല്ലിൻ്റെ അടിയിൽ കുടുങ്ങി ഈ 9 പേരും നാമാവശേഷമായി പോയി, അവർ നശിച്ചു പോയി. ആ സമയത്ത് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഇവർ അനുഭവിച്ചത് കഴിഞ്ഞു, നിങ്ങൾക്ക് ശിക്ഷ വരാൻ പോകുന്നതേ ഉള്ളൂ. അല്ലാഹു തആല കഠിനമായ ശിക്ഷ ഇറക്കാൻ പോവുകയാണ്. ആ ശിക്ഷ വാങ്ങാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരോട് പറയുന്നു, ഇവൻ പറയുന്നൊന്നും നിങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല. കാരണം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, വെറുതെ ഒന്ന് തടി രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ പറയുന്നു എന്ന് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വഴികേടിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അധികം താമസിയാതെ ഈ ഒട്ടകത്തെ കൊന്നതിനുള്ള ശിക്ഷ അല്ലാഹു തആല നിങ്ങൾക്ക് ഇറക്കും, നിങ്ങൾക്കത് വാങ്ങാൻ തയ്യാറാവുക, നിങ്ങൾ അത് വാങ്ങാൻ തയ്യാറാവുക. അത് കഴിഞ്ഞു 3 ദിവസം കഴിയുമ്പോഴതാ 4-ാമത്തെ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും അവരുടെ എല്ലാവരുടെയും മുഖം മഞ്ഞക്കളറായി മാറിയിരിക്കുന്നു. ഇവർ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് സംഭവമെന്ന് അറിയുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ചുവപ്പ് കളറായി മാറിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കറുത്ത് കരിവാലിച്ച കളർ വന്നപ്പോൾ, കറുത്ത് കരിവാലിച്ച കളറായപ്പോൾ ഇവർ 4 ഭാഗത്തും ഓടുകയാണ്. ദേവന്മാരുടെ മുമ്പിലേക്ക് ഓടുന്നു, നേതാക്കളുടെ മുമ്പിലേക്ക് ഓടുന്നു, എല്ലാവരടുത്തും പോയിട്ട് സഹായം ചോദിക്കുന്നു. പക്ഷേ ആർക്കും ഇവരെ സഹായിക്കാൻ കഴിയുന്നില്ല. കാരണം നേതാക്കളുടെ മുഖത്തും ഇതേ അവസ്ഥ തന്നെയാണ്. ആർക്കും പരസ്പരം സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് 7-ാമത്തെ ദിവസം ഭീകരമായ ശബ്ദത്തോടുകൂടി ഒരു പൊട്ടിത്തെറിയുണ്ടാവുകയും അതോടൊപ്പം തന്നെ മലകളിൽ നിന്നൊക്കെ പാറകൾ താഴോട്ട് വരികയും അവർ ഉണ്ടാക്കിയ വലിയ വലിയ കൊട്ടാരങ്ങളുടെ മുകളിലേക്ക് വീഴുകയും ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള അവർ ആ കൊട്ടാരത്തിനടിയിലേക്ക് അമർന്നുകൊണ്ട് നശിച്ചു പോവുകയും ചെയ്തു. ആരും തന്നെ ബാക്കിയാവാത്ത രൂപത്തിൽ നശിച്ചു പോയി. ഇതെല്ലാം കഴിഞ്ഞ ശേഷം സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ കൊണ്ട് വിശ്വസിച്ച 120ഓളം വരുന്ന അനുയായികളെയും കൂട്ടി ആ നാട്ടിൽ നിന്ന് നാട് വിട്ടു പോവുകയും 280-ാം വയസ്സിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി എന്നുമാണ് ചരിത്രം പറയുന്നത്. ഇൻഷാ അല്ലാഹ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അല്ലാഹു തആല നാളെ സ്വർഗീയ ലോകത്ത് നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകൻ, അബുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ആരംഭിക്കാമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.